എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുള്ളതാണോ നിങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നതെന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം, നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്ന സ്നേഹം യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി അല്പസ്വല്പം തലയെടുപ്പും തലക്കനമൊക്കെ നിങ്ങളോട് കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. താനാണ് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള ചിന്തയുണ്ട്. സൗന്ദര്യത്തിലും തൻ്റെ കഴിവിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതലൊരു അഹങ്കാരം പോലെ, അല്ലെങ്കിൽ ഒരു മതിപ്പ് ആ വ്യക്തിക്കുണ്ട്. ആ മതിപ്പ് ആ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി പലപ്പോഴും നിങ്ങളോട് ഡോമിനേറ്റ് ചെയ്ത് ഉള്ള രീതിയിൽ, ഞാനാണ് വലുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ വ്യക്തി ഉള്ള സ്നേഹം പോലും പ്രകടിപ്പിക്കുന്നില്ല. കൂടുതലുള്ള സ്നേഹമല്ല, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആത്മാർത്ഥതയും സ്നേഹം പോലും മുഴുവനായിട്ട് ആ വ്യക്തി കാണിക്കുന്നില്ല. കാരണം തൻ്റെ തലക്കനം ആ വ്യക്തിക്ക് അതിനെ അനുവദിക്കുന്നില്ല. ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെന്ന് താൻ തുറന്നു പറഞ്ഞാൽ അത് തനിക്ക് തന്നെ ചെറുതാക്കുന്ന രീതിയിലാകുമോ എന്നുള്ളൊരു ധാരണയോടുകൂടിയാണ് ആ വ്യക്തി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അതേക്കുറിച്ചൊന്നും കൂടുതൽ പറയാനായിട്ടുള്ള ഒരു താല്പര്യമില്ല. തൻ്റെ സ്നേഹം പോലും മറച്ചു വെക്കുന്നൊരു സ്വഭാവ സവിശേഷതയാണ് ആ വ്യക്തിക്കുള്ളത്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് എന്നെന്നും മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള സ്നേഹം വളരെ വലുതാണ്. ആ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സമീപനം തന്നെയാണ് ആ വ്യക്തിക്കുള്ളത്. ഒരിക്കലും നിങ്ങളെ വെറുക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുകയുമില്ല. ഉള്ള സ്നേഹം പോലും പുറമേ കൂടുതൽ കാണിച്ച് നിങ്ങൾ വഷളായി പോവുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആ വ്യക്തി ചെറുതാകുകയോ എന്നുള്ളൊരു കോംപ്ലക്സ് ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ വളരെ കുറച്ച് മാത്രമേ ആ വ്യക്തി പുറമേ കാണിക്കാറുള്ളൂ. നിങ്ങൾ കരുതും ആ വ്യക്തിക്ക് അത്രയേ ഉള്ളൂ സ്നേഹമെന്നാണ്. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. അതിൽ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പലപ്പോഴും മനസ്സിലായില്ലെങ്കിൽ കൂടിയും സ്വന്തം ഇഷ്ടത്തെ മറച്ചു വെക്കുന്ന ഒരു ശൈലി ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതൽ ആ വ്യക്തിക്കൊപ്പം, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ തൻ്റെ കയ്യിലുള്ള സ്നേഹം കുറച്ച് മറച്ചു വെക്കുന്നതും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്ന സ്നേഹമൊക്കെ ശരി തന്നെ, അത് അതിൻ്റേതായ എല്ലാ തലങ്ങളിലും കാണിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വന്നാൽ ആ സ്നേഹമൊക്കെ തകിടം മറിയും. വൈകാരികത കൂടുതൽ കാണിക്കുന്ന, വൈകാരികമായി കൂടുതൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ്. നല്ല സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെടാത്തത് വന്നാൽ എല്ലാം തകിടം മറിക്കുന്നൊരു സ്വഭാവം ഈ വ്യക്തിക്കുണ്ട്. പക്ഷെ മനസ്സിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ആത്മാർത്ഥമായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ തിരിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അതൊരു വൈരാഗ്യമായി മാറുന്നു. പിന്നെ താൻ സ്നേഹിച്ചതൊന്നും സ്നേഹമായിരുന്നില്ല, തൻ്റെ ഭാഗത്തും ആത്മാർത്ഥത ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നു. അതൊരു വാശിപ്പുറത്ത് കാണിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ അമിതമായി സ്നേഹിക്കുന്നുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, ആ ഇഷ്ടമുണ്ട്. പക്ഷേ തിരിച്ച് നിങ്ങൾ സ്നേഹിക്കുന്നില്ലെന്നും, നിങ്ങൾ ആ വ്യക്തിയെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കുമ്പോൾ അത് ആ വ്യക്തിക്ക് വാശിയാകുന്നു, അത് വൈരാഗ്യമാകുന്നു. പിന്നീട് ഭയങ്കര ഒരു അകൽച്ചയിലേക്ക് അത് പോകുന്നു. കാര്യം സ്നേഹം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. മുന്നും പിന്നും നോക്കാതെ തന്നെ സ്നേഹിക്കാത്ത ആളെയും ഈ വ്യക്തി പോയി സ്നേഹിക്കും. ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ വ്യക്തിയുടെ ഇഷ്ടത്തിന് മുൻഗണന നൽകി, താൻ സ്നേഹിക്കുന്ന ആൾ തന്നെ ഇഷ്ടപ്പെടാനോ ഉൾക്കൊള്ളാനോ തയ്യാറാണോ എന്നത് പോലും നോക്കാതെ അങ്ങോട്ട് കയറി സ്നേഹിക്കുക.
അങ്ങനെ സ്നേഹിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഒരു തരിമ്പ് പോലും കിട്ടിയില്ലെങ്കിൽ പിന്നീട് അതൊരു വൈരാഗ്യമായി, പിന്നീട് അതൊരു വഴക്കായിട്ട് മാറുന്നു. അങ്ങനെ സ്നേഹത്തെ വാരിക്കോരി കൊടുക്കുന്ന, സ്നേഹത്തെ ഒരു പരിധിയില്ലാതെ നൽകുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശൈലിയിലായിപ്പോയി ആ വ്യക്തിയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ തിരിച്ചും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നൽകി ആ വ്യക്തിയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ യാതൊരു പരിധിയും വെച്ചില്ല. അത് തന്നെയാണ് ആ വ്യക്തിക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെ തിരിച്ച് കിട്ടാതിരിക്കുമ്പോൾ അതൊരു വൈരാഗ്യമായി മാറുന്നു. പക്ഷെ തിരിച്ച് നിങ്ങളും സ്നേഹം കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം 10 മടങ്ങ് വർദ്ധിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഏത് റിസ്ക് എടുക്കാനും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു നൽകുന്നതിനൊക്കെ ആ വ്യക്തി തയ്യാറാണ്. പക്ഷെ കേട്ട വാതി കേൾക്കാതെ വാതി തീരുമാനമെടുക്കുന്ന ഒരു ശൈലി ആയതുകൊണ്ടാണ് ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആത്മാർത്ഥതയ്ക്കൊന്നും ഒരു കുറവുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.